നീ പരാജയ ഭീതിയിലാണോ? ഈ വചനം കേൾക്കാതെ പോകരുത്. നിന്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിനക്ക് പ്രത്യാശ നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന വചനം. നിനക്ക് ആത്മവിശ്വാസ കുറവുണ്ടോ? നിന്നെ ശക്തിപ്പെടുത്തുന്ന വചനം. നിന്റെ കുറവുകളെ ഓർത്ത് നീ വിലപിക്കുന്നുണ്ടോ? നിന്നെ അനുഗ്രഹിക്കുന്ന വചനം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ്. തൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ജോഷുവയെ അഭിഷേകം ചെയ്തപ്പോൾ ജോഷുവയ്ക്ക് ശക്തി കൊടുത്ത വചനമാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. എത്ര അനുഗ്രഹത്തിന്റെ വചനമാണ്. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് പോലും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? മോശയുടെ കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്താണ് മോശയുടെ കൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുക? നമുക്കറിയാം, തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് വഴി നടത്താനായിട്ട്, മോചിപ്പിക്കാനായിട്ട് ദൈവം മോശയെ പറഞ്ഞയച്ചപ്പോൾ മോശയ്ക്ക് ഒട്ടനവധി കുറവുകൾ ഉണ്ടായിരുന്നു. മോശ ഈ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം മോശയോട് എപ്പോഴും ദൈവം പറയുന്ന കാര്യമാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ദുർബലനായ മോശയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ശക്തനായ ഫറവോയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം നിയമാവർത്തന പുസ്തകം മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, മോശയെ പോലെ ശക്തനായ ഒരു നേതാവിനെ ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വചനം പറയാണ്, മോശയുടെ കൂടെ എന്നതുപോലെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ പരാജയത്തെ ഓർത്ത് വേദനിക്കേണ്ട, കുറവുകളെ ഓർത്ത് വേദനിക്കേണ്ട. നീ കുറവുകളെ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ കടന്നു പോകേണ്ട. നിന്റെ ആത്മവിശ്വാസ കുറവിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മോശയുടെ കൂടെ എന്നതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ. നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാം വിധം അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ സഹോദരങ്ങളെല്ലാം ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട് പരാജയവേദിയിൽ ആത്മവിശ്വാസ കുറവ് മൂലം കുറവുകളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിന്റെ ശക്തിയാൽ ഇവരിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ചൊരിയുകയും വർഷിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും